ആദർശിന്റെ മക്കൾ ആദർശിനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കല്യാണം കഴിക്കേണ്ട മോനെ എങ്ങനെയാണെങ്കിൽ. അതെ, നല്ല അരവിന്ദന് നല്ല ഷോട്ടായിരുന്നു. കൊട്ടേഷൻ ഇവിടെ ഗേൾസിന്റെ പേരുകൾ ഉച്ചരിക്കുന്നതല്ല. അതെ, ദിവേശ് മറിച്ചിട്ടിരിക്കുകയാണ്, തന്റെ കളരി പുറത്തെടുത്തിരിക്കുകയാണ്. അതെ, ദിവേശ് ഒന്നും അറിയുന്നില്ല, ഒന്നും തന്നെ അറിയുന്നില്ല. അവന്റെ കാല് മാത്രമേ ഇവിടെ ഉള്ളൂ, തല ഒരുപാട് ദൂരെയാണ്. തന്റെ വീട്ടിൽ പോയി വന്നിരിക്കുകയാണ് ഇപ്പോൾ തല. അതെ, കോരിച്ചാടി പൗളോ ഈ കളിക്കുന്ന സാധനമുണ്ടോ? ജെറാടെ വെറുതെ വിളിക്കണ്ട, നിന്റെ ബിസിൽ തീർന്നു പോകും. അതെ, ജെറാഡ് സിഗരറ്റ് മാറ്റി ബിസിൽ വായിൽ വെക്കണം. ഔട്ട് കിക്ക മര്യാദക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. ആദർശമല്ല, ഒന്നും മനസ്സിലാവില്ല. ഇന്ന് വരെ ചതി, കൊടും ചതി. വഞ്ചനയിലൂടെ ആദ്യത്തെ ഗോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. കൊടും വഞ്ചന. അതോ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മാമയെ ഫൗൾ ചെയ്തു. മാമ കേരള വീണു. എന്തെങ്കിലൊക്കെ നിനക്കും വേണ്ടേ? അതെ, മാരകമായ ഷോട്ട്. മാമ കയറിപ്പോയി. സപ്പില്ലേ? നിങ്ങൾ രണ്ടുപേരായാലും മതി. മഞ്ഞക്ക് എന്താണ് കയറിപ്പോയത്? മഞ്ഞക്ക് 2 മിനിറ്റ് കയറി നിൽക്കണം. ഓ, ഒന്നും തന്നെ നടക്കുന്നില്ല. നല്ല കളിയാണ്. 2 ഭാഗത്തും വളരെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. വളരെ വളരെ സച്ചിൻ ചിരിക്കുന്നുണ്ട്. സ്വന്തം ടീമിന്റെ പോസ്റ്റിലാണ് ഗോൾ കയറി. അവന്റെ ചിരി കണ്ടവേക്കും 10 എണ്ണം അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പറ ഇപ്പൊ 3 പേരെയല്ലോ അടിക്കാൻ നോക്ക്. മാമ ഇറങ്ങൂല. എന്ത് വൃത്തിയാണ്. അവന് മഞ്ഞക്കാരെ കൊടുത്തിട്ട് അവൻ ഇറങ്ങാനോ? അവൻ ഇറങ്ങൂല. അങ്ങനെ ഇനി നിങ്ങളൊന്ന് കാണിക്കാം. അവൻ ഇറങ്ങാതെ എങ്ങനെ കാണിക്കാനോ? അടിയടാ സച്ചിനെ. സച്ചിനെ ചതിച്ചു. സച്ചിനെ ഗോളി ചതിച്ചു. മാമ ഇറങ്ങി 3 ബോളുമായി പുറത്തുനിന്ന് എവിടുന്നു. ബോളല്ല, അവന്റെ പാർട്സുകളാണ് ഇളകുന്നത്. തെറ്റിദ്ധരിക്കരുത്, ബോളല്ല. റഫറി വെറുതെ ഫൗൾ വിളിക്കണം. അവൻ ബോൾ എടുത്തിട്ടില്ല. മാമ ഇറങ്ങിയിരിക്കുകയാണ്. റഫറി ജെറാഡ് മാമയെ ഇപ്പൊ കൊല്ലൂന്നാ തോന്നുന്നത്. അതെ അതെ. ഓ മോനെ, മാമയുടെ ഒരു സന്തോഷം നോക്കൂ. ബാഴ്സലോണയെ തോൽപ്പിച്ചാൽ പോലും അവൻ എത്ര സന്തോഷം കാണൂല. അതെ അതെ, ഒരു നടത്തിയിരിക്കുകയാണ്. കുണ്ടി കൊണ്ട് തടുത്തിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത സ്കില്ലുകൾ. ഇന്ന് വരെ ഫുട്ബോളിൽ അവൻ കണ്ടിട്ടില്ലാത്ത സ്കില്ലുകൾ. ഗോളി ചെയ്യും. നീ എന്ത് നിന്നാലും കണക്കടേ. ആദർശ കളി ആദർശോട് വേണ്ട. ആദർശ ഭീഷണിപ്പെടുത്ത രാഗത്തിന് കമ്മിറ്റിയിൽ ഇടുന്ന പറ. അതെ മോനെ. ഓ മാമ, മാമ മഞ്ഞ കിട്ടിയതാണ്.
സോറി ഒന്നില്ല ഇതിനകത്ത്, സോറിയും താങ്ക്സും ഇല്ല. കളിക്കിടെ രണ്ടും സച്ചിൻ എന്താ കളിക്കുന്നത് സച്ചിന് പോലും അറിയില്ല. ആ നിഷ്കളങ്കമായ ചിരി കണ്ടോ. ആദർശേ ഒരവസരം നീ പോയാത്തി മകനെ. ആദർശേ അതെ മാമയെ നീ ഇങ്ങനെ മുന്നിൽ നിൽക്കില്ല, അവനൊന്നും കാണില്ല. രാജ ഗോളിയാണ് രാജാ നീ. ഇപ്പോഴത്തെ ഹാഫിൽ 2-3 വളണ്ടിയേഴ്സ് കയറി നിൽക്കുന്നതാണ്. ബോൾ വന്നാൽ എടുക്കാൻ പോലും ആരുമില്ല. ഇപ്പോഴത്തെ ഹാഫിൽ ആരുമില്ല. ടിപ്പറെ നീ വന്ന് നിന്നു, ഓടിക്കോ ടിപ്പറെ. പക്ഷേ ബോള് കിട്ടിയില്ല. ടിപ്പറെ ശശിയാക്കി ബോള് കൊടുക്കടാ. എന്ത് കിട്ടിയാലും അടിച്ചു മാറുന്ന സ്വഭാവങ്ങളാണ്. ഓ ആദർശ് കണക്ക് തീർത്തിരിക്കുകയാണ്. ഇനി അവന്റെ ബോൾ പിടിക്കരുത്. അടിയടാ സ്ഥാനം മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ഗോൾ നോക്കണ്ടേ. എത്രയും പെട്ടെന്ന് ആദർശിന് കൊടുക്കണം. രാജക്ക് ബല മാറിപ്പോയി. രാജ നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അടിക്കണ്ട. ഈ ഫ്ലൈ ആണ് അന്ന് ആലോചിച്ചു. പറക്കുകയാണെങ്കിൽ ഗോൾ അടിച്ചുകൊണ്ട് മാനം കാത്തിരിക്കുകയാണ്. ഒരു ഇൻഡിവിജ്വൽ ഫൗള് ടിപ്പർ. എല്ലാ ടിപ്പറും എല്ലാ ലോറിക്കും കിട്ടുന്നുണ്ടല്ലോ. ടിപ്പറെ നീടിച്ചാൽ കത്തിച്ച് കളയും. അതാണ് നാട്ടുകാർ ചെയ്യാറ്. ഇവനോട് സ്കില്ലാണല്ലോ. അതിപ്പോ കേക്ക് സ്കില്ല അവന്റെ. അതെ ദിവേഷ് അതെ ആദർശ കോർണറെങ്കിലും ഒഴിവാക്കടാ തെണ്ടി. ഓട്ടത്തിന് ശ്രമിച്ചു, ചാട്ടി കിട്ടിയില്ല. എടുക്കുന്ന ആരെങ്കിലും ചെല്ലോ. എന്ത് വൃത്തികേട് അവൻ കാണിക്കും. അതെ ദിവിമോൻ നല്ല ഷോട്ടായിരുന്നു. നീ എങ്ങനെ ടീമിൽ കയറിയ? ഇന്ന് പൈസയും കൊടുത്തെടുത്താണോ? സത്യം പറ. ഓ ഒരേ ഒരു നോർമൽ മനുഷ്യൻ മാത്രം. എന്റെ അമ്മ രാജ പ്രൈം മിഷൻസിന് വേണ്ടി 2 ഗോൾ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഗോളിക്ക് ആദർശ് ഗോളി. ആദർശ് നീ ഗോളി. ആദർശ് ഗോളി നിൽക്കൂല. തപ്പില്ല. അതെ സച്ചിൻ. ആദർശിന് വരെ സച്ചിൻ. മരപ്പട്ടിയും ഈനാദത്തി 2 നല്ല കോമ്പിനേഷൻ. ഇത്രയും നല്ലൊരു മാച്ച് ഇതുവരെ ഫോർത്ത് ഗ്രൗണ്ട് കണ്ടിട്ടില്ല. വളരെയധികം അരവിന്ദ് ഒരു ഫുൾ പാസ് കൊടുത്തിരിക്കുകയാണ്.